പാട്ടിന്റെ വർണ്ണ വിരുന്നൊരുക്കാനെത്തുന്നു ശ്രീദർശ്. വെൽക്കം ശ്രീദർശ് ഓൺ സ്റ്റേജ്. മോനെ എടാ ഇത് വളർന്നല്ലോ കുറച്ചുകൂടി. ഇന്നലെ കണ്ടതിനെക്കാട്ടി ആണോ? ആ ഈ ഡേ ബൈ ഡേ എന്നൊരു പാട്ടുണ്ടല്ലോ, ഡേ ബൈ ഡേ പയനം. ആ അതിങ്ങനെ വളർന്നോണ്ടേ ഇരിക്കുക ഡേ ബൈ ഡേ. ഇല്ലില്ല കുറച്ച് കറുപ്പായി. ആ മുടിയും കുറച്ച് വളർന്നോന്ന് സംശയം. അത് മുടി ഞാൻ നീട്ടി വെച്ചാ. ഇപ്പഴത്തെ കണ്ണ് കാണാനില്ലെന്ന് തോന്നുന്നു. പകുതി കണ്ണേ കാണും. അതെ. കുറച്ചുകൂടെ കയറ്റി വെച്ച് നോക്കട്ടെ. ഒരു കയറ്റി കഷണ്ടി ആവൂലേ? അയ്യോ അതായിക്കോളും ഭാവിയില്. ഈ നാക്കില് ഗുളിയെന്ന് പറയും, അറിയാതെ പറഞ്ഞു പോകുന്ന. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാളെ തൊട്ട് ഇങ്ങനെ ഓരോ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ചിലര് പറഞ്ഞു മുടി വരുവാ അവൻ ഓവറായിട്ട് വരും. അപ്പൊ കുഴപ്പമില്ല, അവന് അവിടെ മാത്രമേ കാണൂ, ബാക്കി എല്ലായിടും പോകും. ഇവിടെ മാത്രം കുറച്ച് മുടി ഉണ്ടാവും, ബാക്കിയൊക്കെ പോവും. ഞാൻ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യും. എന്നാ കുഴപ്പമില്ല. അതിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ അല്ലേ? അല്ല അപ്പൊ ഈ മഞ്ഞിട്ടതിന്റെ ഉദ്ദേശം പറ. എന്തുകൊണ്ട് ഈ പാട്ടിന് മഞ്ഞിട്ടു എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈ പാട്ട് പറഞ്ഞില്ലല്ലോ അതിന്. ഏത് പാട്ടാ മോനെ പാടുന്നേ? പഴന്തമിഴ് പാട്ട് ചെയ്യും. ഓ പഴത്തിന്റെ കളർ ആയതുകൊണ്ടാണോ നീ? അല്ല പഴുത്ത പഴോ? പഴുത്ത റോബസ്റ്റ പഴമല്ല. അല്ല പാടി പഴുപ്പിച്ചോണ്ട് വന്നിരിക്കുക. അതെ. ഇതാരാ എഴുതിയത് ഈ പാട്ട്? ബിച്ചു തിരുമല സാർ. ബിച്ചു തിരുമല സാർ. മ്യൂസിക്കോ ശങ്കർ ഗണേഷ് അല്ലേ? MG രാധാകൃഷ്ണൻ സാർ. അതാരാണോ? അത് MG സാറാട്ടെ. പാടിയതാരാ? അത് യേശുദാസ് സാർ ആണോ? മോനെ അസാധ്യ പാട്ടാണ് കേട്ടോ. ആഹിരി രാഗം അല്ലെങ്കിൽ ആഹിരി രാഗം, അതിലാണ് ഈ പാട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രാഗത്തിൽ പാട്ടുകൾ ചെയ്താലോ പാടിയാലോ അന്നം മുട്ടുമെന്ന് പറയും, ആഹാരം കിട്ടത്തില്ല എന്നൊരു പഴമൊഴിയുണ്ട്. ചേട്ടൻ എപ്പോഴും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അനുസൃതമായിട്ട് ട്യൂൺ ചെയ്യും. ഈ വരികൾ കേട്ടാൽ അറിയാം. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, ഇതെങ്ങനെ ട്യൂൺ ഇടും? ഇടാൻ പറ്റില്ല. അപ്പൊ ഇത് എഴുതിയിട്ടാണ് ചെയ്യുന്നത്. ഇത് എഴുതി ട്യൂൺ ചെയ്തപ്പോഴത്തേക്ക് ഫാസിൽ സാർ പറഞ്ഞു ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് വേറൊരു രാഗം പിടിച്ചാലെന്ത്? അപ്പൊ പറഞ്ഞു ഫാസിൽ സാറിന് ഇതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പറയാൻ പറ്റുമോ? അപ്പൊ ബിച്ചോട്ടിന് അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു എടാ നിനക്ക് അന്നം മുട്ടും, ഞാനിത് എഴുതിയേ ഉള്ളൂ, പക്ഷെ നീ ആ ട്യൂൺ ചെയ്ത്. ആലപ്പുഴ വെച്ചായിരുന്നു എന്റെ കമ്പോസിങ്. ഈ പാട്ട് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ വീട്ടിൽ വന്നു പേടിച്ചിട്ട്. ആഹാരം ഇല്ലാതാവോ, എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടാ പിന്നെ പോയി അടുത്ത ഈ ഒരു മുറ വന്ന് പാർത്തായ അതൊക്കെ ചെയ്തു. എന്തായാലും നല്ല സെലക്ഷൻ മോനെ. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മോനെ എന്താ സാർ? നീ എവിടെയായിരുന്നു? ഇവിടെ. ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രത്തോളം ഒരു ജ്ഞാനസ്ഥനാണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. അസലായിട്ട് പാടി, അസലായിട്ടെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് പാടി. ഞാനിവിടെ വന്ന് മോന് ഷേക്കാൻഡ് കൊടുത്തപ്പം ഞാൻ വിചാരിച്ച് ഐസിൽ വല്ലതും ആണോ പിടിക്കുന്നത്. നിനക്ക് അത്ര ടെൻഷൻ ഉണ്ടോ മോനെ? അവസാനം കുറച്ച് ഇമോഷണൽ ആയിപ്പോയോ? അതാണ് തൊണ്ട ഇടറിപ്പോയത്. അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്താണ് പാടിയതല്ലേ? ആഹാ, കാരണം വേറൊന്നുമല്ല, നമ്മള് പ്രതീക്ഷിക്കാതെ നന്നായിട്ട് പാടി കേൾക്കുമ്പോഴത്തേക്ക് നമ്മള് ഓർക്കാപ്പുറത്തൊരു അടി കിട്ടിയ പോലെ. കാരണം ഈ ശ്രീദർശ് ഇങ്ങനെ പാടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഈ പഴന്തമിഴ് പാട്ട് എന്നുള്ള പാട്ട് അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അറിയാമല്ലോ, അത് സ്ഥിരമായിട്ട് പാടുന്നതല്ലേ. അപ്പൊ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ മോന് അതിമനോഹരമായിട്ട് പാടി. കുറച്ച് സ്ഥലത്തൊക്കെ അവിടെ ചെറിയ സ്ഥലങ്ങൾ, ആ ലാസ്റ്റ് അനുപല്ലവി ചരണ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ മോന് കറക്റ്റ് ചെയ്യാന്നുള്ളു. അത് ഇഗ്നോറബിൾ ആണ്, അതൊന്നും പറയാൻ പാടില്ല. അതെങ്കിലും ഇല്ലെങ്കിൽ ഇത് കണ്ണ് കെട്ടി പോകും. അതെ, പെട്ടെന്ന് ഞാൻ ഓർത്തു പോയതാ ചേട്ടനെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പോസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് പാടി കേൾപ്പിക്കും ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് ചേട്ടൻ പാടുന്ന ഒരു ഫീൽ അനുസരിച്ച് അതിൻ്റെ ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡിലുള്ള പോലും അതിൻ്റെ ഒരു 80% ഉള്ളൂ. അതങ്ങനെ വരത്തുള്ളൂ. കാരണം ഇപ്പം MG രാധാകൃഷ്ണൻ എന്നുള്ളൊരു സംഭവമല്ല. ഇപ്പം നമ്മളിപ്പം ദേവരാജൻ മാഷായാലും അല്ലെന്നുണ്ടെങ്കിൽ രവീന്ദ്രൻ മാഷായാലും അവർ പറഞ്ഞു തരുന്ന ചില പോർഷൻസ് ഉണ്ട്. അത് അതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യ വസന്തമേ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതെങ്കിലും അത് ഞാൻ എൻ്റെ രീതി വരുമ്പോഴത്തേക്ക് അതിന് കുറച്ച് മാറ്റങ്ങളുണ്ടാവും. തെറ്റില്ല, പക്ഷെ മാറ്റങ്ങളുണ്ടാവും എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഈ പഴന്തമിഴ് പാട്ടുകയും പാടിക്കാൻ പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല്. ഞാൻ രണ്ടിന്റെ വ്യത്യാസം പറയാം. പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ അവിടെയുണ്ട്. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി. ആ മൈനയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, മോന്റെ ചെറിയ മൈനയാ, മറ്റേന് ഭാവം കൂടിയ മൈന. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരുപാട് ഓർമ്മകൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം മനസ്സിന്. ഇപ്പോഴൊക്കെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യരൊക്കെ രവീന്ദ്രൻ മാഷാണെങ്കിലും ഇതുപോലത്തെ ലെജൻസ് ഒക്കെ നമ്മളെയൊക്കെ വിട്ടുപോയെങ്കിലും ഇതുപോലത്തെ പാട്ടിലൂടെ അവര് ഈ ലോകം അവസാനിക്കുന്നവരെ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിൽ ഒരു പങ്ക് മോൻ ഇന്ന് വഹിച്ചു. കാരണം ഈ പാട്ട് പാടിയപ്പോഴാണ് വീണ്ടും അങ്ങനെയുള്ള ലെജൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ബിച്ചുവേട്ടൻ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഇതിനകത്ത് സൂര്യനെ പോലെ തിളങ്ങി നിന്നുകൊണ്ടാണ് ഈ പാട്ട് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യപ്പെട്ടത് അല്ലേ മോനെ? ഞങ്ങളുടെ എല്ലാം കണ്ണ് നിറയിച്ച്, ഞങ്ങളുടെ മാത്രമല്ല ഇതേണ്ട അവിടെ ഇരിക്കുന്ന നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള വിജയികളും എല്ലാവരും, അതുപോലെ തന്നെ ഹനൂന, ദേവനന്ദ, ആൻ ബെൻസൺ, അസ്ന, നമ്മുടെ കില്ലാടി ആദിത്യൻ, പിന്നെ മുച്ചിക്കുട്ടി, പിന്നെ ഒരുത്തൻ അവിടെ മൂഷിയൻ അവിടെ ഇരിക്കുകയാണ്. മൂഷിയ നീഞ്ഞു പാടാ ഇവിടെ വാ. ഈ പാട്ടൊന്ന് പാടും. വരി സംശയം കാണും അല്ലേ? ഒരു കാര്യം ഞാൻ ലിറിക്സ് തരാം. ഓക്കെ, നിനക്ക് വായിക്കാൻ അറിയോ? അറിയോ? ബിഗ് ബോയ് ആയി. ഞാൻ വലിയ കുട്ടി. പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നീ ദുരാത്മരാ
പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. ഗുഡ് ഗുഡ് ഗുഡ്. താങ്ക് യു. ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാല് ഈ കോമ്പറ്റീഷൻ നടക്കുമ്പോഴേ ഇവരെല്ലാം ഭയങ്കരമായിട്ട് പഠിച്ച് ഇപ്പൊ ഈ ഷർട്ടിന്റെ കളർ പോലെ പഴുത്തു വരുന്നതാ. ഇത് പെട്ടെന്ന് ഒന്ന് പാടാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന അതെ അതെ ഒരു വ്യത്യാസമുണ്ട്. നന്നായിട്ട് പാടി. താങ്ക് യു. നീ അപാരമായിട്ട് പാടി. വെരി ഗുഡ് കേട്ടോ. മധു. ശ്രീദർശ് എന്തോ സാർ? ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ശരിക്കും. താങ്ക് യു സാർ. ഇതൊരു ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും മനസ്സിലേക്ക് വരുന്നത്. ട്യൂണും അതിന്റെ വരികളും അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് എൽ വൈദ്യനാഥൻ സാറാണ്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. എല്ലാം കൊണ്ടും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഇത് മോനൊന്ന് നല്ല ഫീൽ ചെയ്താണ് അവിടെ പാടിയതെന്ന്. ചില ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ ഞങ്ങളും ഇമോഷണലായി. പ്രത്യേകിച്ച് ലാസ്റ്റ് പല്ലവിയിലെ ഏതോ ഭാഗം വന്നപ്പോൾ ഞങ്ങൾ മിങ്ങിപ്പോയി. അത് മോൻ അറിയാതെ വന്നതായിരിക്കാം ചിലപ്പോൾ. ആ ഒരു ഫീൽ കറക്റ്റായിട്ട് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു. അത്രയ്ക്ക് നന്നായിട്ട് മോൻ പാടി. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം അനുപലിയുടെയും ചരണത്തിൻ്റെ എൻഡിൽ, ചരണത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം മാത്രം കുറച്ചൊന്ന് പെർഫെക്റ്റ് ആണെന്ന് മാത്രം തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം വളരെ മനോഹരമായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ. ഓക്കെ. ഇത് ആസ്വദിച്ച് പാടിയതല്ലേ? ഇപ്പൊ ഞാൻ ആസ്വദിച്ചു. നന്നായി ആസ്വദിച്ചോ? ഓ ആ, നല്ലോണം. അങ്ങനെ ആസ്വദിച്ച് പാടുമ്പോൾ ഞങ്ങളും ആസ്വദിക്കും. ഓക്കെ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീദർശ് കുട്ട എന്തോ മാം? ഞെട്ടിച്ചു കളഞ്ഞു. അമേസിങ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. മണിച്ചിത്രത്താഴ് എന്താ പറയുക, ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് എല്ലാവരുടെയും അല്ലേ. നമ്മുടെ മലയാളികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. എന്തിനു പറയുന്നു, യങ്ങർ ജനറേഷൻ, എൻ്റെ മോൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയുക ആ മൂവി കാണാം, മണിച്ചിത്രത്താഴ് കാണാം. ആ മൂവിയുടെ തെലുങ്ക്, കന്നഡ, തമിഴിലെല്ലാം എനിക്ക് പാടാൻ സാധിച്ചു. വലിയൊരു കാര്യമാണത് മത്സേട്ടാ. ഞാൻ ഹിന്ദിയിലും പാടി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സും അത്രയും ഒരു ലെജൻഡറി കമ്പോസർ അല്ലേ. അത്ര ഉഗ്രനായിട്ടുള്ളൊരു പാട്ട് നീ ഇവിടെ എടുത്ത് പാടിയത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. അത്ര ഈ പാട്ടിൻ്റെ ഒരു ഫീലുണ്ട്. ആ ഫീല് ശരിക്കും ഉൾക്കൊണ്ടാണ് മോൻ പാടിയിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട് മോനെ. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ പെർഫോമൻസ് മുതൽ ആ ഒരു ശ്രീദർശന് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. നേരത്തേലും ഒരു പടി മുന്നോട്ട് ആണ് ഇപ്പം നീ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ടെടാ. ഇങ്ങനെ തന്നെ പോവാ. എനിക്കിതിൻ്റെ മിസ്റ്റേക്സ് പറയാൻ തോന്നണേ ഇല്ല. മിസ്റ്റേക്സ് ഇല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ലൈവിൽ സംഭവിക്കാവുന്ന ഫ്ലോസ് മാത്രമേ ഉള്ളൂ. അത് ഇതിൽ പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നുടാ. മകനെ ശ്രീദർശ്, എന്തോ സാർ? നീ ഇത്രയും നല്ല രീതിയിൽ പാടിയ സ്ഥിതിക്ക് നിനക്ക് 98 തരണമല്ലോ. മതിയോ അതോ 99 വേണോ? 99. സോ വി ആർ ഗിവിംഗ് യു 100 out of 100. പൂക്കുറ്റി, എടാ നീ വല്ലാണ്ട് ആസ്വദിച്ചല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിക്കുറുമ്പ് കൂട്ടിൽ നിന്നും സർഗവേദിയിലേക്ക് എത്തുന്നു ക്ഷേത്രക്കുട്ടി. വെൽക്കം ക്ഷേത്ര ഓൺ സ്റ്റേജ്. ഗുഡ് ഈവനിങ്. ഹായ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ ഹായ് പറയാത്തെ? ഹായ്. മധു, ഇതാണ് നമ്മുടെ എല്ലാം പൊന്നുംകുടം സ്കേത്രക്കുട്ടി. സ്കേത്രയോ? അതിനെയും കൂടെ പഠിപ്പിച്ച് വെക്കല്ലേ? സ്കേത്രയല്ല മധുചേട്ടാ. അതിനെയും കൂടെ പഠിപ്പിച്ച് വെക്കല്ലേ? സ്കേത്രന്നാണോ? സ്കേത്രയല്ല മധുചേട്ടാ, ക്ഷേത്ര. എനിക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് പറയാൻ മധുചേട്ടനും പറ്റും. ക്ഷേത്ര അല്ലേ? വിശ്വസിക്കാൻ പാടില്ല. MG അങ്കിളിനും ശരത് അങ്കിളിനും പറ്റണില്ല അത് പറയാൻ. അതെ, അവരെ രണ്ടുപേരെ വിശ്വസിക്കാൻ പാടില്ല. അയ്യോ, അവർക്ക് പറ്റാത്തോണ്ട് അത്. അപ്പൊ സ്കേത്രക്കുട്ടി, ഈ സ്കേത്ര വേണോ, സ്കേത്ര വേണോ, സ്കൂത്ര വേണോ, അത് ഏത് വേണം? ദയവായിട്ട് ഒന്നും വായ പൂട്ടിയിട്ടാ മതി. ഞാൻ വാ പൂട്ടി ഇടുന്നാ മതിയല്ലോ. ഞാൻ വാ പൂട്ടി ഇട്ടിട്ട് ഞാൻ ചോദിക്കാം ഏത് പാട്ടാ പാടുന്നേ? എന്തോ ഏതോ
എന്താ പാടാനൊന്നും ഇല്ലേ? അറിയില്ലേ? ഏതോ എങ്ങനെയോ അറിയില്ല ഏതാ പാടുന്നത്. അറിയില്ല. ആ ഏത് നമ്മൾ പാട്ട് ചോദിച്ചാൽ പറയണേ എന്തോ ഏതോ എങ്ങനെയോ എങ്ങനെയോ. മനസ്സിലായോ വല്ലതും? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? ആ നമ്മള് ക്ഷേത്രക്കുട്ടിയുടെ ചോദിച്ച മോളെ ഏത് പാട്ടാ പാടുന്നത്? എന്തോ എന്താ ഏതോ യാതോ എങ്ങനെയാ പാടുന്നത്? അയ്യോ ഏതാ പാട്ടെന്ന് അറിയില്ല അപ്പൊ ഇന്ന്. അറിയില്ല, അറിയാം, പക്ഷെ നിങ്ങളെ പറയാം. എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. മോൾക്ക് അറിയാത്തത് എങ്ങനെ ഞങ്ങൾക്ക് അറിയാം? ഏതാ പാട്ടെന്ന് ചോദിച്ചപ്പോ എന്തോ ഏതോ എങ്ങനെയോ. പറയട്ടെ ശരിക്കലും ആ എന്തോ ഏതോ ഇങ്ങനെയോ അയ്യോ ഇപ്പോഴും അറിയില്ല അല്ലേ? ഇപ്പോഴും അറിയില്ല. എന്തോ ഏതോ എങ്ങനെ ആ പാട്ട് തന്നെ. അതായിരുന്നു. നമുക്ക് ആർക്കും ബുദ്ധിയില്ലല്ലേ? നമുക്ക് ബുദ്ധിയില്ല. ബുദ്ധി ഇല്ലല്ലേ? ഇല്ലെന്നേ. ബുദ്ധിയില്ല മോളെ. ഇത്രയും പാട്ട് അറിയുന്ന ആൾക്ക് ബുദ്ധി ഇല്ലാന്ന് പോയി. ഒക്കെ പോയി, ബുദ്ധിയൊക്കെ പോയി. നല്ല കാര്യം. നിങ്ങളെ പോലുള്ള പിള്ളേരുമായിട്ട് സമ്മതിച്ച് കുട്ടികളുടെ മനസ്സായി. കുട്ടികളുടെ മനസ്സുമായി. എനിക്ക് പിന്നെ പണ്ടേ കുട്ടികളുടെ ബുദ്ധിയും പോയി. മനസ്സാണ്. ബുദ്ധിയില്ലാത്തതോ? ബുദ്ധിയില്ലാത്ത ഇനി വളർന്നു വരണം. ഞാൻ ഇപ്പം പാടാൻ പോകുന്ന പാട്ടും വേറൊരു പാട്ടുമായിട്ട് സാമ്യമുണ്ട്. ആക്കിണ്ട്. എന്തോ ഏതോ എങ്ങനെയോ. അവിടുന്നല്ല. പിന്നെ അയ്യോ അത് ഓർമ്മയില്ല. പിന്നെ സെറ്റായിട്ട് വന്നതാ കേട്ടോ. അതെ, ഒന്നുകൂടി അവിടെ പോയിട്ട് വരണോ? ആക്കിയതായിരുന്നു, പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല. മോള് പാടി കഴിയുമ്പോഴത്തേക്ക് ഓർമ്മ വരും ഓക്കെ. അല്ലേ? വേറൊരു പാട്ടും ഉണ്ട്, രണ്ടെണ്ണം. ഇതുപോലെ ആണോ? നമ്മളെ പെരിയോണില്ലേണോ? പെരിയോനെ. ആ അതുപോലെയാണോ? അതും വേറൊരു പാട്ടുമായിട്ട്. മോളെ റഹ്മാന് പാടാൻ വേണ്ടി ഞങ്ങക്ക് വീണ്ടും ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് മോള് പാടുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിൽ ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി, യൂസഫ് അലി കച്ചേരി എഴുതി, പി മാധുരി പാടിയ ഗാനം ഇതാ നമ്മൾക്ക് വേണ്ടി ക്ഷേത്രക്കുട്ടി ആലപിക്കുന്നു. കൈയടി കൊടുക്കൂ. യെസ്, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ക്ഷേത്രക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്.
മോളെ ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തേ? അച്ഛനാണോ അമ്മയാണോ അതോ ഗ്രൂമേഴ്സ് ആണോ? അച്ഛനാണോ അമ്മയാണോ ഗ്രൂമേഴ്സ് ആണോ അതോ എല്ലാരും കൂടെ ചേർന്നിട്ടാണോ? ഗുഡ്. ചുമ്മാ അതാ ഞാൻ ചോദിച്ചേ എന്താ എങ്ങനെയാ മോളെ അച്ഛനായിട്ട് പാടി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പാട്ടാണ്, നല്ല ട്യൂണാണ്, നല്ല ലിറിക്സ് ആണ്. പക്ഷെ ഇന്ന് ഞാൻ മധു അങ്കിളെയും മൃദുല ചേച്ചിന്റെയും പേര് കൂട്ടിയിട്ടാ പാടിയത്. അതെ ഉണ്ട്, ഇതിനകത്തുണ്ട്. ഞാൻ മൃദുല വികാരത്തിൻ മൃദുല ഒരു വികാര ജീവി. മധുരാലസ്യോ? മധുരാലസ്യം. എപ്പോഴും ആലസ്യത്തില്ല. ശരിക്കും ഇതിൽ MG സാറായിരുന്നു വേണ്ടത്. ഇതിനകത്തുള്ളത് വെച്ചിട്ട് പിള്ള മനസ്സിൽ കള്ളമില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരുമാണ് ഈ ആലസ്യവും വികാരവും ഒക്കെ. കൂട്ടിയ ആ പാട്ട് പാട്ടെ. ആ ഇതുപോലെയുള്ള വേറെ പാട്ടല്ലേ? പിടികിട്ടാത്തൊരു മൃദുല വികാരത്തിൽ പിടയുകയാണെന്റെ ദേഹം, കുളിർ കോരി നിൽക്കുമെൻ ദേഹം, ദൂരെ ദൂരെ സാഗരം. അങ്ങനെയും പാടാം. അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ ആ പാട്ടിലേക്ക് പോകാമെന്ന്. അതാരാ പറഞ്ഞു തന്നെ? അമ്മ. രണ്ടാമത്തെ പാട്ട് ഏതാ നോക്കട്ടെ. അടുത്ത പാട്ട് എവിടം വരെ തുടങ്ങണം? എവിടുന്ന് വേണം തുടങ്ങാം. പല്ലവീന്റെ അവിടെയാണ് ഉള്ളത്. കുഴപ്പമില്ല. എവിടം തൊട്ട്? അവിടെ നല്ല ആ പാട്ട് ഏതായിരുന്നു? ഏതാ പെരിയോനെയാണ് ഉദ്ദേശിച്ചേ? യെസ്. ശരി. പാട്. എന്തോ എന്തോ എങ്ങനെയോ പെരിയോണയില് അനുപല്ലവി. മതി. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങാകലെ അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. കാറ്റുപാടി താലോലം കൈതയാടി ആലോലം. ഓ അതേത് പാട്ടിന്റെ വേറെ പാട്ട് നിങ്ങൾ പറ. ഏതാ? പറഞ്ഞു കൊടുത്തു. മൗനരാഗം. ഞാൻ കണ്ടുപിടിച്ചു. പറഞ്ഞു തന്നതല്ലേ? ഞാൻ കേട്ടില്ല. ആ പാട്ടിന്റെ പല്ലവി ഒന്ന് പാടിയേ. എന്റെ ചേച്ചിനോട് പാടാൻ പറഞ്ഞു. ഇതാരാ പറഞ്ഞു തന്നെ? ഇതും അമ്മ. ഇത് അമ്മ. അമ്മയല്ല, പിന്നെ? എനിക്ക് ചേച്ചി പഠിപ്പിച്ചെന്താ. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. ഗുഡ് ഗുഡ്. ക്ഷേത്രക്കുട്ടി എന്താ? എന്തോ ഏതോ എങ്ങനെയോ അതും നന്നായി. ഇപ്പൊ പാടിയതും നന്നായി കേട്ടോ. നന്നായിരുന്നു കേൾക്കാൻ. ഓക്കെ എംജംഗ്ലേ, എന്റെ പല്ല് വരുന്നുണ്ട്. തട്ടിക്കളയണോ? അയ്യോ വേണ്ട, ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയിച്ചു. തട്ടി നമുക്ക് നോക്കാം എവിടം വരെ വരുമെന്ന് നോക്കാം. ഫുള്ളും വരും. പക്ഷെ താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. ഈ രാത്രി കൂടെ ഒന്ന് തപ്പി നോക്കിക്കോണേ. ഒരുപാട് വളരുന്നുണ്ട്. അപ്പത്തേക്ക് ഞാൻ ഉറങ്ങിണ്ടാവും. ഉറങ്ങി എണ്ണിക്കുമ്പോഴത്തേക്ക് നോക്കിക്കോണം. കാരണം ചിലപ്പോ ഇനി വന്നു കഴിഞ്ഞാ പോയി. എന്റെ കൊന്ത്രമ്പല്ലാണോ? ക്ഷേത്രക്കുട്ടി നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു പാടുന്ന കേൾക്കാൻ. അതിന്റെ കൂടെ തന്നെ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറക്കുണ്ടായിരുന്നു. ആ പാട്ട് പാടുമ്പോ അനങ്ങാതെ നിന്ന് പാടും. ഇതിലെന്താണ് ഈ പറക്കൽ സ്റ്റെപ്പ്? എന്താണ് അമ്മ പഠിപ്പിച്ചെന്നാണോ? ആ സ്വന്തമായിട്ട് ഇട്ടതാണ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ക്ഷേത്രപ്പൂക്കുട്ടി. ഇപ്പോഴെങ്കിലും എന്റെ പേരൊന്ന് കറക്റ്റ് ആക്കിയല്ലോ, അതെങ്കിലും സമാധാനം. പാട്ടഴകിന്റെ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ കുറിഞ്ഞിക്കുട്ടി പാർത്ഥിവി. വെൽക്കം പാർത്ഥിവി ഓൺ സ്റ്റേജ്. ഹലോ
ധാവണിയൊക്കെ ഇട്ട് സൂപ്പർ സുന്ദരിയുണ്ടല്ലോ. കലക്കി കണ്ടപ്പോ ഒരു കല്യാണത്തിന് പോകുന്നല്ലോ തോന്നി അല്ലേ? ഈ കല്യാണത്തിന് പോകുമ്പോ നമ്മൾ കുറെ പേര് ഇതുപോലെ കാണും ഇങ്ങനെ. ഏതോ അതെന്തോ കുണ്ടലോ? കുണ്ടലമാണോ കുഞ്ചലമാണോ? കുഞ്ചലം. ആ ഏത് പാട്ടാ പാടുന്നത്? തങ്കനില പട്ടുടുത്തു. ഓ അതാണ് ഇങ്ങനെ പട്ടുടുത്തു വന്നേക്കണേ. ആ അത് ശരി. പൂവ് നോക്കട്ടെ. കനകാംബരം മുല്ലപ്പൂ. ആഹാ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. പാട്ട് അതുപോലെ അടിപൊളിയാവട്ടെ. താങ്ക് യു. ഏത് പാട്ടാന്ന്? തങ്കനില പട്ടുടുത്തു. ആരെഴുതിയത്? കൈതപ്രം സാറ്. ഓക്കെ. മ്യൂസിക് ആരാ? ജോൺസൺ മാഷ്. കൈതപ്രം അല്ലേ? കൈതപ്രം തന്നെയാണോ? അല്ലല്ലോ. അതെ, അല്ല. എഴുതിയതും മ്യൂസിക്കും കൈതപ്രമാണ്. ആണോ? പാടിയത് ഇഷ്ടാനെനിക്ക്. അല്ല. സുശീലാമ്മല്ലേ? ചിത്രമ്മ. എനിക്ക് തോന്നുന്നു കാമ്പോജിയാണ് പാടിയെന്ന് തോന്നുന്നു. അതാരാ? പുതിയ സിംഗറാണ്. ഉള്ള സത്യം പറ. കോൺഫിഡന്റ് ആയിട്ട് പറയൂ. ആരാ പാടിയെന്ന് പറയും. ചിത്രമ്മ. ഉറപ്പാണല്ലോ. പിന്നെ എഴുതിയത് കൈതപ്രം സാറ്. ഉറപ്പാണല്ലോ. എന്നാ പാടാം. ഉറപ്പായിട്ടും പാടിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടികൾ. ആകാശപ്പന്തലിലാകെ ആനന്ദ കുമ്മിയോടെ മനമാടിപ്പാടും നേരത്ത് മലയോരത്ത് തങ്കനീല പട്ടുടുത്തു എൻ മോഹപ്പൂന്തിങ്കൾ. ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടികൾ. ആകാശപ്പന്തലിലാകെ ആനന്ദ കുമ്മിയോടെ മനമാടിപ്പാടും നേരത്ത് മലയോരത്ത് തങ്കനീല പട്ടുടുത്തു എൻ മോഹപ്പൂന്തിങ്കൾ. ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടികൾ.
വടികൾ അപ്പൊ കുർജീസ്, എന്തോ നല്ലൊരു പാട്ട്. മോള് കുറേ പോർഷൻസ് നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മോള് ഒരു കാര്യം ആലോചിക്കേണ്ടത്, മോള് ഇതിനകത്ത് മെയിനായിട്ട് കൊടുക്കേണ്ട കാര്യം ഭാവം. നമ്മളൊരു പാട്ട് വെറുതെ പാടിപ്പോവല്ലേ. ഇപ്പം തുടക്കം ഇത്തിരി ശ്രുതി ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് ഫേസിലൊന്ന് കീബോർഡ് വരാം. സോഫ്റ്റ് അവിടെ എല്ലാം ഒരു ഭാവം. കൊച്ചു മോളായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അത് അതാണ് അതിന്റെ ഫ്രേസ് ജോൺസേട്ടന്. അപ്പൊ ആ നോട്ട് സാരിക മകരിക സാരിക മകരിക, ആ നോട്ടെല്ലാം ടച്ച് ചെയ്യണം. അപ്പൊ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് പറയണം, ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടി പഠിപ്പിച്ചു തരാൻ പറയണം കേട്ടോ. അതിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ചിറ്റോളം, കിളികിളിങ്ങി, പുഴയോരത്ത്, താഴ്വാരം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും മോള് ടോട്ടലായിട്ട് നല്ല പ്രസൻറ്റേഷനാണ്. ബട്ട് ഒരു പാട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് നോക്കൂ. കാരണം ഇപ്പം ഒരു സംഗതി തങ്കനീല പട്ടു, അപ്പോൾ പോയി തങ്കനീല ലാ. മോളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. തങ്കനീല തങ്കനീല, അത് സ്പീഡിൽ പറഞ്ഞു. അപ്പം തങ്കനീല തങ്കനീല തങ്കനീല, അങ്ങനെ തങ്കനീല, അങ്ങനെ സ്പീഡിൽ കൊണ്ടുവരണം, സ്ലോ ആയിട്ട്. ഓക്കെ, അപ്പം മിടിക്കുകയാണ്. അപ്പം അടുത്ത പാട്ട് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുക. ഓക്കെ. പാർത്ഥിക്കുട്ടി, എന്തോ നല്ല ഐശ്വര്യമുണ്ട് കാണാനെന്ന് കേട്ടാ. പാട്ട് ഇപ്പോൾ ശ്രീകുട്ടൻ അങ്കിൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പല്ലവിയെക്കാളും അങ്കിളിന് ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയും ചരണമൊക്കെയാണ്. തുടക്കം കുറച്ചൊന്ന് ചൂടായി വരാൻ താമസം പിടിച്ചു, പ്രത്യേകിച്ച് ശ്രുതി, പിച്ച്, ഹമ്മിങ്ങിലെല്ലാം. പിന്നെ എന്താണ് ആലവട്ടം വീശി നിന്നു, പൊന്മേഘക്കാവടി, മേഘ അല്ല മേഘ, മേഘ, ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടി. യെസ് 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 യെസ്, അതാണ്. അതൊക്കെയാണ് പിന്നെ അങ്കിളിന് പറയാനുള്ളത്. എന്തായാലും ഇനി കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇതിനേക്കാളും നന്നായിട്ടൊക്കെ പാടാൻ പറ്റും കേട്ടോ. ഓക്കെ, കുറച്ച് നേസൽ ടോൺ ഉണ്ട്, അത് മാറ്റണം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പാർത്ഥിവിക്കുട്ട, എന്തോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാട്ട് അല്ലേ. ചിത്ര ചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയൊരു ജോൺസൺ മാഷിൻ്റെ പാട്ട്. ജോൺസൺ മാഷിൻ്റെ പാട്ടിനെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാ പാട്ടുകളും വളരെ ഒരു മലയാള തനിമയുള്ള പാട്ടുകളാണ്. എനിക്ക് ഇന്ന് തോന്നിയത് മോൾക്ക് സോങ് സെലക്ഷൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യാമായിരുന്നു തോന്നി. മോൾക്ക് എന്താ വെച്ചാൽ ബേസ് പല്ലവി മുഴുവൻ ബേസ് രജിസ്റ്റർ, ബേസ് നോട്ട്സ് ആണ് ഫുള്ള്. അപ്പം മോള് ഫുൾ ത്രൂ ഔട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് പാടുന്നുണ്ടായിരുന്നത്. അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറേ പോർഷൻസ്. പിന്നെ ബേസിൽ വരുന്ന സംഗതികളൊക്കെ കറക്റ്റ് ആ നോട്ടിലേക്ക് റീച്ച് ചെയ്യാൻ ഇങ്ങനെ പാടുപെടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണം, സോങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാടാൻ പറ്റുന്ന സ്കെയിലുള്ള, അതായത് നമുക്ക് റീച്ച് ചെയ്യുമോ ഈ നോട്ട്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുക, മാക്സിമം പെർഫെക്ഷനിൽ പാടാൻ നോക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ പുഴയോരത്ത് പ്ലാന്റ്സൊക്കെ ഈ ബേസിലേക്ക് വരുന്നതൊക്കെ ഈ ബേസ് മോൾക്ക് കിട്ടാത്തതിൻ്റെ കാരണമാണ്. ക്ലിയർ ആയിട്ടില്ല മോള്. അപ്പോൾ ഈ സോങ് സെലക്ഷൻ ഇനി ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. So today we are giving you 98 out of 100. Thank you so much. Dear Johnson Pukuti. Thank you. കുറിഞ്ഞിക്കുട്ടി, all the best. Thank you. Tata. അടുത്തതായി നമ്മുടെ ടോപ്പ് സിംഗറിൽ ലോജിക് ക്വിസ് ടൈം സെഗ്മെന്റ് ആണ്. എല്ലാവർക്കും ലോജിക് ക്വിസ് ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു:
ഓഹരി ഉടമകളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കടമെടുത്ത ഫണ്ടുകൾ ഉപയോഗിക്കുന്ന സാമ്പത്തിക പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഇതായിരുന്നു ചോദ്യം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അതാണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം അയച്ചവരിൽ നിന്ന് ലോജിക് ക്വിസ് ടൈം വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരത്തെ ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ, കൺഗ്രാജുലേഷൻസ്. ഇനി ഇന്നത്തെ ചോദ്യം. UPI എന്ന ചുരുക്കെഴുത്തിൻ്റെ ശരിയായ വികാസം, അതായത് എക്സ്പാൻഷൻ, ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ യൂണിവേഴ്സൽ പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്, ഓപ്ഷൻ ബി യുണൈറ്റഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്, ഓപ്ഷൻ സി യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്, ഓപ്ഷൻ ഡി യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർനെറ്റ്. ഇനി ഇംഗ്ലീഷിലത് പറയാം. Which of the following is the correct expansion of the abbreviation UPI? Option A Universal Payments Interface, Option B United Payments Interface, Option C Unified Payments Interface, Option D Unified Payments Internet. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരം അയക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജി സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകൾ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. ലോജിക് ക്വിസ് ടൈമിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ അയച്ചു തുടങ്ങിക്കോളൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ പാട്ടുപൂരം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ. സീ യു.